വടകരയിൽ ജനപ്രതിനിധികളെ ആക്രമിക്കുന്നത് ആദ്യമായിട്ടല്ല പോലീസ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് വ്യക്തിപരമായി തന്നെ ഷാഫി പറമ്പിലിൻ്റെ പ്രകടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സമാധാനപൂർവ്വം വളരെ നല്ല രീതിയിൽ വണ്ടി ഓടിച്ചു പോയ എന്നെ ട്രാഫിക് പോലീസ് തന്നെ വണ്ടി തടഞ്ഞു നിർത്തി ചാവി ഊരി ഡിവൈഎഫ്ഐക്കും CPM-നും ആക്രമിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് CCTV ദൃശ്യം ഉൾപ്പെടെ തെളിവായി ഞങ്ങൾ മാധ്യമങ്ങൾക്കും അതേപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും കൊണ്ടുവന്നതാണ്. ആ സമയത്തും പോലീസ് ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അതുമാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥർ അന്ന് എൻ്റെ വണ്ടി കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി വന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ പറയുന്ന കക്ഷി ചാവി ഊരിയിട്ടില്ല എന്നാണ് മൊഴി കൊടുത്തത്. പക്ഷേ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി വന്ന പോലീസ് ഉദ്യോഗസ്ഥർ ചാവി വളഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടി എടുക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നീട് വണ്ടിയുടെ ഓടിച്ച ഓണർ തന്നെ ചാവി നന്നാക്കിയതിന് ശേഷമാണ് വണ്ടി എടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് SP-ക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടും ഈ സമയം വരെ യാതൊരു നടപടിയും ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിച്ചിട്ടില്ല. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ശ്രീ ഷാഫി പറമ്പിൽ MP-ക്കെതിരെ ഈ പറയുന്ന പോലെ വലിയ രീതിയിലുള്ള അക്രമം ഇപ്പോൾ നേരിടേണ്ടി വന്നത്. ഇപ്പോൾ SP പറയുന്നു ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിരന്തരം തെറ്റ് പറ്റുന്ന ഒരു പോലീസ് സംവിധാനമാണ് വടകര റൂറൽ SP-യുടെ കീഴിലുള്ള പോലീസ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള DYSP-മാർ, അവിടെയുള്ള CI-മാർ, അവിടെയുള്ള സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കിയത്, ഒരു സ്ത്രീയെ ബുദ്ധിമുട്ടിച്ചതിൻ്റെ പേരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആ സ്ത്രീക്ക് വീണ്ടും പരാതി ഉയർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പോലീസുകാരെ സംരക്ഷിക്കുന്ന ഒരു പോലീസായി വടകരയിലെ റൂറൽ പോലീസും സംവിധാനവും മാറിയിരിക്കുന്നു. അതുകൊണ്ട് ശക്തമായ നടപടി, അത് കേവലം ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല, എല്ലാ മേഖലകളെയും റൂറൽ SP-യുടെ ഓഫീസ് ഉൾപ്പെടെ അന്വേഷിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇത് ഒരു വിഷയം മാത്രമല്ല. അതുമാത്രമല്ല, ടിയർ ഗ്യാസൊക്കെ പൊട്ടിച്ചത് പോലീസ് മാനുവലിനെതിരാണ്. ഒരാളെ മുഖത്ത് കൊണ്ടുപോയി ടിയർ ഗ്യാസ് പൊട്ടിക്കണം ഏത് മാനുവലിലാണ് പറയുന്നത്? അപ്പോൾ ആ തരത്തിലേക്ക് ക്രൂരമായ രീതിയിലേക്ക് പോലീസ് ആ പ്രകടനത്തിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് SP-യുടെ ഇന്ന് വന്ന ഈ ഒരു പ്രസംഗവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഏറ്റുപറച്ചിലും. ഇതൊക്കെ വളരെ രഹസ്യമായി പറഞ്ഞതാണ്. അപ്പോൾ പോലീസിനുള്ളിൽ തന്നെ വലിയ അസ്വസ്ഥത ഈ ഇത്തരം കേസുകളിൽ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ചാറ്റുണ്ട്. ഞങ്ങളെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പോലീസ് ചാവി ഊരിയിട്ടുണ്ടെങ്കിൽ തെറ്റാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ചാറ്റൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ തരത്തിലേക്കൊക്കെ വളരെ മോശമായ രീതിയിൽ പോലീസിനുള്ളിൽ തന്നെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് ഈ അനീതിക്കെതിരെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് വടകരയിലുള്ളത്. ഇത് ഒരിക്കലും ഇല്ലാത്തൊരു സാഹചര്യമാണ്, ഗുരുതരമായ സാഹചര്യമാണ്. അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടാനുള്ളത്.